നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ഹജ്ജ് തീർത്ഥാടനത്തിന് കോഴിക്കോട് നിന്നുള്ള തീർത്ഥാടകരിൽ 516 പേർക്ക് കണ്ണൂരിൽ നിന്ന് പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാനും BJP ദേശീയ ഉപാധ്യക്ഷനുമായ AP അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാറ്റം ആവശ്യപ്പെട്ടത് 3000 പേരാണ്. കൂടുതൽ അപേക്ഷകൾ വന്നാൽ നറുക്കെടുപ്പിലൂടെ തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുമെന്ന് അബ്ദുള്ളക്കുട്ടി അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് 3 എയർപോർട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത്. എയർലൈൻസിൻ്റെ ടെൻഡർ പൂർത്തിയായപ്പോൾ 3 എയർപോർട്ടിലെയും വിമാന ചാർജിൽ വലിയ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ്. കണ്ണൂരും കൊച്ചിയും തട്ടിച്ചു നോക്കുമ്പോൾ ഒരു 40,000 രൂപയുടെ ചാർജ് കൂടുതൽ കോഴിക്കോട്ട് എയർപോർട്ടിനുണ്ട്. കോഴിക്കോട്ട് നിന്നും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരിൽ 3000 ആളുകൾ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി തരണമെന്നുള്ള ശക്തമായ ആവശ്യം ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിലും കേന്ദ്ര മൈനോറിറ്റി വകുപ്പിൻ്റെ മുമ്പിലും വന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് കണ്ണൂരിനെയും കൊച്ചിയെയും അപേക്ഷിച്ച് 40,000 രൂപ അധികം നൽകേണ്ടി വരുന്നുണ്ട്. ഉയർന്ന നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 6 പേർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അല്ല, അനുഭവം അതാണ്. ഇപ്പോൾ ബോംബെയിൽ വളരെ ചെറിയ ചാർജ്, കഴിഞ്ഞ പ്രാവശ്യം 50,000 ആയിരുന്നു ബോംബെയിലെ ചാർജ്. അന്ന് ഇവിടെ എനിക്ക് തോന്നുന്നത് കണ്ണൂർ 80,000 ആയിരുന്നു ചാർജ്. 30,000 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. ഈ വിധത്തിലാണ് കാണുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പണ്ട് നമുക്ക് നമ്മുടെ കാരിയർ നമുക്ക് സ്വന്തമായി ഇന്ത്യ ഗവൺമെൻറ്റിന് വിമാന കമ്പനികളുണ്ടായിരുന്നു. ഇന്നെല്ലാം പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ റേറ്റിലുള്ള വർധനവ് ഹജ്ജ് കമ്മിറ്റിക്കോ ഗവൺമെൻറ്റിനോ നിയന്ത്രണത്തിലുള്ളതല്ല എന്നുള്ളതാണ് ഒരു വിഷമം. എന്നാൽ നയപരമായ തീരുമാനത്തിൽ അഭിപ്രായം പറയുന്നത് ഉചിതമല്ലെന്നായിരുന്നു കോടതി പറഞ്ഞത്. കോഴിക്കോട് വിമാനത്താവളം വഴിയുള്ള അധിക നിരക്ക് കാരണം മലബാറിൽ കൂടുതൽ പേർ കണ്ണൂർ വിമാനത്താവളമാണ് തിരഞ്ഞെടുക്കുന്നത്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.